സദാ നിയന്ത്രിക്കുന്ന ലത്തീഫായ റബ്ബാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ അറിയാതെ കാണാതെ കേൾക്കാതെ ലോകത്തിന്റെ എവിടെ ഞാൻ പോയാലും ഏത് പ്രദേശത്ത് ഞാനാണെങ്കിലും പലപ്പോഴും ആളുകൾക്കിടയിൽ നല്ലവനാകുന്ന, എന്നെ പരിചയമുള്ളവർക്കിടയിൽ മുത്തഖിയാകുന്ന, എന്നെ അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതീവ സൂക്ഷ്മത പുലർത്തുന്ന ഒരുതരം കാപട്യം മനുഷ്യരുടെ മനസ്സുകളിൽ ഉണ്ടല്ലോ. അള്ളാഹു അതിന്റെ അടിവേരറുക്കുകയാണ്. എവിടെയാണ് നീ എന്നുള്ളത് എനിക്ക് പ്രശ്നമേയല്ല. ഒരു നിലക്കും ആർക്കും അറിയാത്ത ആ രൂപത്തിലാണല്ലോ ഉപമകൾ. കറുകറുത്തൊരു ഒരു കടുകുമണി, കറുത്തൊരു പാറക്കെട്ട്, അത് എവിടെ കിടക്കുന്നു? പ്രപഞ്ചത്തിന്റെ ഏതു കോണിൽ എവിടെയായാലും അള്ളാഹ് അത് കൊണ്ടുവരും. അത്രത്തോളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നാണ് ലത്തീഫ് എന്ന നാമം പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അത്ര വിശാലമായ അറിവ് ലോകത്തൊരു ശക്തിക്കുമില്ല എന്നും, അതുകൊണ്ട് തന്നെ സർവവും അറിയുന്നവൻ, എല്ലാ നിലക്കും ആ നിലക്കുള്ള ഒരു കഴിവ് റബ്ബ് ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന കാര്യങ്ങളും സദാ നിരീക്ഷിക്കുന്ന, കാണുന്ന, കേൾക്കുന്ന മറ്റൊരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയായ ഈ വിശേഷണത്തിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കലുമാണ്. അതുകൊണ്ട് തൗഹീദ് ശുദ്ധമാകുവാനും ജീവിത വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ നിലനിന്ന് കിട്ടുവാനും അൽ-ലത്തീഫ് എന്ന ഈ നാമം നമുക്ക് ഏറെ പര്യാപ്തമാണ്, ഉപകാരപ്രദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.